പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി വന്നു നീ കളഭമഴ തോരാതെ കുളിരലിയും എന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി ചില്ല തന്നിൽ പൊഴിയാതെ നീ പുഷ്പമേ കൈക്കൊമ്പിളിൽ നിന്നൊഴിയാതെ നീ തീർത്ഥമേ നീ ശ്വസിക്കും ശ്വാസം ഞാനായി പ്രാണനുള്ളിൽ കൂടും തരാം നീ നടക്കും നീളേ വഴി പൂമ്പൊടിയായി തൂകാമിവൾ വെണ്ണ പോലെ എന്നെ കയ്യിൽ തന്നിടാം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി എന്നെങ്ങും എന്നെ പിരിയാതെ നീ സ്വന്തമേ കണ്ണോരമെന്നും മറയാതെ നീ വർണ്ണമേ നീ നനയ്ക്കും തോപ്പിൽ ഞാനാ മോഹമുള്ള പൂവായിടാം ജീവൻ ഞാൻ കോരാമിളം മാമ്പലിലെ സ്നേഹാമൃതം നിത്യമായി മുന്നിൽ ചേരാം മണ്ണിൽ ഞാൻ കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി വന്നു നീ കളഭമഴ തോരാതെ കുളിരലിയും എന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി. അമ്മയാ എന്തോ ശരത് സാറിന്റെ പാട്ട് ടെൻഷൻ ഉണ്ടായ? ഇപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞാൻ ഇതിനു മുമ്പേ പാടിയിട്ടുണ്ടായിരുന്നല്ലോ ശരത് സാറിന്റെ പാട്ട്. അതുകൊണ്ട് ടെൻഷൻ ഇല്ല. ഏതായിരുന്നു അത്? മായാമഞ്ചലിൽ പാടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കരയാതെ കണ്ണുറങ്ങും പാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, അതുകൊണ്ട് No എനിക്ക് വലിയ tension. കുഴപ്പമില്ലായിരുന്നു. No ശരത് സാറിന്റെ tension. റൗണ്ടോ എന്താ പ്രശ്നം? ഓക്കെ, ചോദിച്ചു നോക്കാം. ചേച്ചി അമ്മയെ കുട്ടി എന്തോ മാം? സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു മാം. സൂപ്പർബ് സെലക്ഷൻ. താങ്ക് യു മാം. മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. ഒരു സ്വീറ്റ് വോയിസ് ആണ് അമ്മയുടെ. എന്താ എങ്ങനെയാ പറയാ, നമ്മള് ഈ ഷുഗർ ക്യൂബ് ഇങ്ങനെ ചായയിലൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ 2-3 ക്യൂബൊക്കെ ഇട്ട് ഷുഗർ ഇങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കുന്ന പോലെ ഒരു സ്വീറ്റ് വോയിസ് ആണ് താങ്ക് യു അമ്മയുടെ. മാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ശരത് സാറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരുന്നു. നമ്മളെല്ലാവരും ആ സമയത്ത് വളരെ ഹിറ്റായിട്ട് എല്ലാ വേദികളിലും പാടി നടന്ന ഒരു പാട്ടാണ്. ചിത്ര ചേച്ചിയുടെ അതിമനോഹരമായ ശബ്ദത്തിൽ ഇറങ്ങിയ ആ പാട്ട്. ആഹാഹാ, ഇത് വല്ലാത്തൊരു ഫീലാണ് ആ പാട്ടിന്. അത് ഏകദേശം മോള് കൊണ്ടുവന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ലെവൽ ആവാമായിരുന്നു എന്ന് തോന്നി. കാരണം ചില ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് പാടുന്നില്ല, കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു വോയിസ് പ്രസൻസ് വന്നതിന്. ചില സ്ഥലത്ത് ഒതുങ്ങിപ്പോന്നു. അത് കുറച്ചുകൂടി ധൈര്യമായിട്ട് പാടായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ തെറ്റ് കുറ്റങ്ങൾ പറഞ്ഞതല്ല, കുറച്ചുകൂടി ഇനി മുന്നോട്ട് പാടും ഇതുപോലത്തെ സോഫ്റ്റ് പാട്ടുകളായാലും ഏത് പാട്ട് പാടുമ്പോൾ കുറച്ചുകൂടി ഒരു വോയിസ് പ്രസൻസ് ആവാം. ഒരുപാട് ബഹളം എന്നല്ല, കുറച്ചുകൂടി
അപ്പൊ നമുക്ക് ആ സംഗതികളൊക്കെ ക്ലീൻ ആയിട്ട് കേൾക്കാം, കുറച്ചുകൂടി ക്ലീൻ ആവും കേൾക്കുമ്പോൾ. ഓക്കെ, അതർവൈസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. നല്ല പാട്ട്, നല്ല സെലക്ഷൻ. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശ്രീറാം സർ, തത്സമയം ഒരു പെൺകുട്ടിയിലെ ശരത് സാറിന്റെ ഒരു പാട്ട് സാറാണ് പാടിയത്. അതെ, അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ അമ്മയെ അസലായിട്ട് പാടിട്ടോ. താങ്ക് യു സർ. ഈ പാട്ട് വന്നിട്ട് ഇതിന്റെ ക്രാഫ്റ്റ് വർക്ക് ഇറ്റ് ഈസ് അമേസിങ്. അത് അണ്ണനെ വെച്ചോണ്ട് തന്നെ പറയാം. കാരണം വെച്ചാൽ ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു കയ്യൊപ്പ് എന്ന് പറയില്ല, അതൊക്കെയാണ് ഇതിന്റെ സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് സോങ്സ് ആയിട്ട് അങ്ങ് കരുതും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ അല്ല. ഇത് ഇത് സാധാരണ പാട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ചരണത്തിന്റെ ഫ്രേസിങ് ശ്രദ്ധിച്ചോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു ഫ്രേസിങ് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല സത്യം. ഒരു പാട്ടിലും. എന്താ മഞ്ജരി, അതൊക്കെയാണ് ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ. അതേ നേരത്തിൽ ചിന്തിക്ക വെക്കരുത് പറയും നമ്മൾ തമിഴില്. സോ ആ ഫ്രേസ് ഒക്കെ വന്നിട്ട് മോൾ അസലായിട്ട് പാടി. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് സിനാരിയോ വിത്ത് ശരത്തണ്ണൻ ഈസ് ഹി യൂസ് ടു സിങ് ദാറ്റ് സോങ്. ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് പാടാൻ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള ആ ഒരു ഉത്തരവും നമ്മൾ വഴിമുട്ടി നിൽക്കും. കാരണം അദ്ദേഹം പാടി കാണിക്കും. അതാണ് സച്ച് എ വണ്ടർഫുൾ സിംഗർ. ആൻഡ് അതിന്റെ ഫ്രേസിങ് എനിക്ക് തോന്നുന്നത് ഇത് പക്ഷേ ട്യൂൺ കൊടുത്തിട്ട് ട്യൂൺ കൊടുത്ത് എഴുതിയതാ. ഞാൻ വിചാരിച്ചു പാവം ബി ആർ സാർ ലിറിക്സിന്റെ. കാരണം ചില ഫ്രേസ് ഒക്കെ വന്നിട്ട് ആ പാട്ടും ലിറിക്സും ആ ട്യൂണും അത്രയും ഒട്ടി നിൽക്കും. ചിലതൊക്കെ അങ്ങനെ വരുന്നതാണ്. അത് ഇറ്റ് ഡിപ്പെൻഡ്. അത് നമ്മളുടെ യോഗം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓർക്കസ്ട്രേഷൻ ആസ് യൂഷ്വൽ ഫാന്റാസ്റ്റിക്. എനിക്ക് തോന്നുന്നത് ഈ പാട്ടിലൊക്കെ വന്നിട്ട് എനിക്ക് അതുപോലെ ശരത്തണ്ണൻ തന്നെയാണ് ഈ പാട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഐ എം ഡാം ഷുവർ. ആ ചില സൈലൻസ്, ചില പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടൊരു സുനാമി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ചില ഫ്ലൂട്ട് ഫ്രേസസ്. അത് ഫ്ലൂട്ട് വായിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ അറിയുള്ളൂ. കാരണം ഞാൻ പാടും, എനിക്ക് ഏത് പാട്ട് തന്നാലും ഞാൻ പാടുകയാണുണ്ട്. പക്ഷെ ഫ്ലൂട്ട് വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം വീട്ടിൽ പറഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറയും. അത്രയും ഭയങ്കര എന്താ പറയുക, ഒരു നൊട്ടോറിയസ് ആ വാക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. അത്രയും ക്ലീൻ ആയിട്ട് അണ്ണം പാടി വെക്കും. ശ്രീറാമേ ഇത് മാത്രം ഒന്ന് വായിച്ചാൽ മതി, വേറെ ഒന്നുമില്ല, 5 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ എന്ന് പറയും. ഒരു പഞ്ചവത്സര പദ്ധതിക്കുള്ളത് വായിക്കാനുണ്ടാവും. അതുപോലെ മോൾ അങ്ങനെ ടെൻഷനൊന്നും അടിച്ചില്ല, ക്ലീൻ ആയിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, സൂപ്പർ. താങ്ക് യു ശ്രീറാം സർ. ശരത് സർ, അവള് നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. നല്ല സുഖം ഉണ്ടായിരുന്നു. മോടെ ടോൺ എന്ത് രസമാണ് കേൾക്കാൻ, എന്തൊരു സുഖമാണ് കേൾക്കാൻ കേട്ടോ. അത് ദൈവാനുഗ്രഹം, നമുക്കൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നന്നായിട്ട് പാടിയതാ. എനിക്ക് ആകെ തോന്നിയത് ഈ അനുപല്ലവിയും ചരണത്തിൽ അത് മോളെ അത്രയും സസ്റ്റൈൻ വേണ്ടാടാ നിർത്തുമ്പോൾ. ഒന്ന് പാടാമോ അത്? അത്രയും മതി. പുഷ്പമേ, അത്രയും നീണ്ട ഒരു പുഷ്പമില്ല നമുക്ക് കേട്ടോ. അത്രയും മതി, എങ്കിലേ അതിനൊരു അഴകുള്ളൂ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ മോളെ. മറ്റേ എല്ലാം മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കേൾക്കാനൊരു സുഖമുണ്ടായിരുന്നു മോള് പാടുന്നത് കേൾക്കാൻ. എനിക്ക് മോളെ ഇത് ആരാ പാടിയത്? ഇത് ചിത്രാമ്മയുടെ വേർഷൻ എടുത്തത് ദാസേട്ടൻ്റെ ഉണ്ട്. ഈ രണ്ടും കോമ്പസിഷൻ ഒന്നാണെങ്കിലും രണ്ടും രണ്ട് ഫീലാണ്, രണ്ട് വൈബാണ്. നമ്മുടെ തലവര് പാടുമ്പോൾ പറയേണ്ട കാര്യമില്ല, ചേച്ചി പാടുമ്പോഴും പറയേണ്ട കാര്യമില്ല. ആസാദ്, ഇതാരാ എഴുതിയത്? BR പ്രസാദ് സാർ. ഇപ്പം ഇല്ല നമ്മുടെ കൂടെ. ഇപ്പൊ ശ്രീറാം പറഞ്ഞ പോലെ ഈ ട്യൂണിന് ശ്രീറാമേ എന്നാണ് ട്യൂൺ. അപ്പൊ ചില്ല തന്നിൽ പൊഴിയാതെ നീ എന്നാ എഴുതിയിരുന്നത്. നമ്മുടെ BR മനസ്സിലാക്കാൻ തന്നെ ഒരു യുഗം വേണ്ടി വരും. കാരണം അത് സാധാരണ സത്യമല്ല. നമ്മള് പെട്ടെന്ന് ഈ സാധനം പെട്ടെന്ന് കൈ നിൽക്കില്ല. അത് മാത്രമല്ല മലയാളം ആയതുകൊണ്ട് 3 വാക്ക് മിനിമം, മറ്റേ 3 അക്ഷരമുള്ള വാക്കേ വരുള്ളൂ. ഇതിന്റെ കൂടെ ഒരു പാട്ട് പാടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കും ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു അത്. അത് പാടിയ ശേഷം നേരെ പിന്നെ അവിടെ തന്നെ ഓടി രക്ഷപ്പെട്ടു കയറി. നല്ല അതും എല്ലാം ട്രെയിനിന്റെ ഹോണൊക്കെ വന്നിട്ട് ഒറിജിനൽ ട്രെയിനിന്റെ ഹോൺ സാമ്പിൾ ചെയ്ത് ആ പാട്ടിനകത്ത് കയറ്റി അത് ട്യൂൺ ചെയ്ത് അത് കാര്യം ട്രെയിനിനകത്തായിരുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റിതം പാറ്റേൺ വരെ
അങ്ങനെ ഒരു പാറ്റേൺ ആണ് അത്. കരുത് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരൊറ്റ കീബോർഡേ ഉള്ളൂ, ആ വി എസ് ടി ഒന്നും ഇല്ല അന്ന്. ശ്രീറാം സർ ഒരു 2 ലൈൻസ്. ഓ തിങ്കൾ പക്ഷി കാർമേഘം മൂടും വാനിൽ മറഞ്ഞോ, ഓ കണ്ണീർ മുത്തായി മഞ്ഞു നീർ പോൽ ഭൂവിൽ പൊഴിഞ്ഞോ, നിലാപ്പൂച്ചൂകും രാവിനായി സദാ നെയ്യാമ്പൽ കേഴവേ ഓ തിങ്കൾ പക്ഷി എത്രയാണ് ശ്രുതി ഇത്? ആ മാന്യൻ അതേ ശ്രുതി തന്നു. കണ്ടോ, ഞാൻ വിചാരിച്ചു ഈ പല്ലവി പാടി കഴിഞ്ഞിട്ട് കേട്ടോ മഞ്ജരി, ആ ഇത്രയല്ലേ ഉള്ളൂ, ഇത് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് നോട്ടാണത്, പല്ലവി. ചരണം ഇത് ശ്രീറാമ ചരണം സിമ്പിൾ ആണെന്ന് പറഞ്ഞു. ചരണത്തിന്റെ ചൂട് കനവിലെ മരുമരീചിക നീർത്തടം എങ്ങനെയുണ്ട്? എന്റെ അറിവിൽ അതോടെ കഴിഞ്ഞു, നമ്മൾ പണി നിർത്തി പോകും. പക്ഷെ എനിക്ക് ആ ഫ്രേസ് ഓ കൊണ്ടൽ നാദമായി മാറുമീ മാർത്തടം, അത് അണ്ണന്റെ മാസ്റ്റർ പീസാണ്. മാർത്തടം അരുമയേ അപ്പൊ ഞാൻ പാടിക്കൊണ്ടിരിക്കുക, അണ്ണ നിർത്തട്ടെ എന്ന് ചോദിച്ചു. കാരണം ഇത് തീരണമല്ലോ, അത് അത്രയും ശ്വാസം എടുത്ത് പാടണം അത്. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഇതിപ്പോ ഇപ്പൊ കുറച്ചുകൂടി ശബ്ദം നല്ല സുഖമുള്ളതുകൊണ്ട് ഞാൻ എന്നാലും ധൈര്യത്തിൽ എന്തോ പാടിയതാണ്. അത് ഒറിജിനൽ ഒരു ഘട്ടമായിരുന്നു, അത് സി ആയിരുന്നു. ആൻഡ് സ്റ്റേജിൽ പാടുന്ന സമയത്ത് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 2 സെമിട്ടോണെങ്കിലും കുറച്ച് പാടും, എങ്കിലേ ആ പാട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ ക്രാഷ് ലാൻഡിങ് ആയി പോകും. പിന്നെ ഇതിപ്പോ മോൾ ഈ പാടിയ പാട്ടും ഈ പാട്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, ഒരേ പടത്തിലാണ് ഉള്ളത്. അതാണ് ആ വെർസറ്റാലിറ്റി ഓഫ് ദ കമ്പോസർ. അണ്ണാ അമേസിംഗ്. താങ്ക് യു ശ്രീറാമേ, താങ്ക് യു. കാര്യം ശ്രീറാമൊക്കെ അതിലൊരു സംഗീതം അറിയാവുന്ന ആൾ പറയുമ്പോൾ അതിലൊരു വേറൊരു വൈബാണ്. താങ്ക് യു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാട്ടിന്റെ കൂടെ ഇതുമൊക്കെ ശ്രദ്ധിക്കുക. അത് പാട്ട് മാത്രം ശ്രദ്ധിക്കാതെ എല്ലാവരും ഈ പാട്ട് മാത്രം ശ്രദ്ധിച്ച് ഈ മറ്റേ ബാക്കിയുള്ള ഓർക്കസ്ട്രേഷന്റെ കാര്യമൊക്കെ വിടും. ആൻഡ് ഓർക്കസ്ട്രേഷനും കൂടി വരുമ്പോഴാണ് ആ പാട്ട് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ ഇനി ചോദിക്കാം. ഓക്കെ ചേച്ചി 8.7. താങ്ക് യു മാം. ചേച്ചി. ശരത് സർ മക്കളെ 8.8. താങ്ക് യു സർ. ശരത് സർ. ശ്രീറാം സർ. ഓക്കെ സോ ടോട്ടൽ 17.5.